എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു ചിക്കൻ കറി. ഇതിന് ഗ്രേവി ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാനായിട്ട് മറ്റു കറികളുടെ ആവശ്യമേ ഇല്ല. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. നല്ല തിക്കി ഗ്രേവി ആയിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തേക്കുന്നത്. വേഗത്തിൽ ഇത് തയ്യാറാക്കുന്ന വിധം ഒന്ന് കണ്ടിട്ട് വന്നാലോ. ആദ്യം നമുക്ക് ചിക്കനിലോട്ട് കുറച്ച് മസാലയൊക്കെ ഒന്ന് പുരട്ടി വെക്കണം. അങ്ങനെ ആകുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ യോഗട്ടാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കണം നമുക്കിതിന് വേണ്ടിയിട്ട്. ഇനി ഈ ചിക്കൻ കറിക്ക് ഒരു കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ അഡീഷൻ കളറോ അങ്ങനെയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ എരിവുള്ള 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക്, ചതച്ച കുരുമുളക് ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടി, വലിയ ജീരകം പൊടിച്ചതും, 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തത് 2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. 1/2 മുറി നാരങ്ങയുടെ നീര്, 1 ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ. ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഈ ഒരു കൂട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കണം. ചിക്കനിലോട്ട് പുരട്ടിയെടുക്കാനുള്ള മസാലക്കൂട്ടെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 800 ഗ്രാം ചിക്കനെ വെച്ചിട്ടാണ് നമ്മൾ ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു മസാലക്കൂട്ടാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തേക്കുന്നത്. ഇതിലോട്ട് ഇനി ചിക്കൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം. ഞാൻ മീഡിയം വലുപ്പമുള്ള പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് ചിക്കൻ. ചിക്കനിലോട്ട് മസാലയൊക്കെ ഒന്ന് പുരട്ടി 1 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അങ്ങനെ ആകുമ്പോൾ ചിക്കനിലോട്ട് ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തയ്യാറാക്കി എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തലേദിവസം ഇതുപോലെ ഒന്ന് മസാല പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് തയ്യാറാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു കറിക്ക്. ഇനിയും വഴറ്റിയെടുക്കുന്നതിന് മീഡിയം വലുപ്പമുള്ള 2 സവാള വളരെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ്. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. 1 ടൊമാറ്റോ മിക്സിയുടെ ജാറിൽ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത ടൊമാറ്റോ തന്നെ എടുക്കണം. അതോടൊപ്പം തന്നെ ഒരു 15 പീസ് കശുവണ്ടി ഇതുപോലെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് അരച്ചെടുക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ക്രീമോ അങ്ങനെയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നല്ല കുറുകിയ ഗ്രേവി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു 1/4 കപ്പ് അളവിൽ തൈരും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. തൈരും ചെറുതായിട്ടൊന്ന് ഉടച്ചൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ഒരു കൂട്ടൊക്കെ വെച്ചിട്ട് ഈ ചിക്കൻ കറി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. പാനിലോട്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചെടുത്തേക്കുന്നത്. മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസുകളിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളിവിടെ ഡീപ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഒരു ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. ഒരു സൈഡ് ഏകദേശം ഒന്ന് ഫ്രൈ ആയപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. 2 സൈഡും തിരിച്ചും മറിച്ചു പോയിട്ട് ചെറുതായിട്ട് നിറം ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. ഇതുപോലെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ട് ചിക്കൻ കറി തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. 2 സൈഡും തിരിച്ചും മറിച്ചുവിട്ട് നിറമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇത് ഞാനൊരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റുകയാണ്. ഇതേ ഓയിലോട്ട് തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള മസാലയും വഴറ്റാനായിട്ട് പോകുന്നത്. ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഞാൻ ഇതേ ഓയിലിൽ തന്നെ ഇട്ട് വഴറ്റിയെടുക്കുകയാണ്. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ചിക്കൻ കറിയാണ് നമ്മളിവിടെ തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്തേക്കുന്നത്. ഉള്ളി നല്ലതുപോലെ വഴന്ന് സോഫ്റ്റായി കിട്ടണം. ചെറുതായിട്ടൊരു ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റിയെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ആകുമ്പോഴാണ് കറിക്ക് കുറച്ച് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. കുറച്ച് കറി ലീഫും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി എത്രത്തോളം വഴറ്റിയെടുക്കാൻ പറ്റുന്നോ അത്രത്തോളം വഴറ്റി നമുക്ക് എടുക്കേണ്ടതുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അപ്പത്തിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ ഇത് നല്ല കിടു കോമ്പിനേഷനാണ്. ചിക്കനൊക്കെ വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. എന്നും നമ്മൾ ഒരേ രീതിയിലൊക്കെ തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടില്ലല്ലോ. ഇടയ്ക്ക് ഒരു വ്യത്യസ്തമായ രുചിക്കൂട്ടുകളോടെ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിലോട്ട് കുറച്ച് പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും, 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും, 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതും, ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് അതിൻ്റെ റോയായിട്ടുള്ള ടേസ്റ്റൊക്കെ മാറിയപ്പോഴത്തേക്കിന് അരച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ആ ടൊമാറ്റോ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി എടുക്കണം. അതിൻ്റെ ആ റോയായിട്ടുള്ള ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കാം.
എണ്ണയൊക്കെ തെളിഞ്ഞ് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉള്ളി വഴറ്റാൻ നേരം ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തില്ലായിരുന്നു. ഇപ്പോൾ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. 1/4 കപ്പ് അളവിൽ തൈര് ചെറുതായിട്ട് ഉടച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുത്തു. അതോടൊപ്പം തന്നെ നമ്മളിനി ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് കശുവണ്ടി ഉണ്ടല്ലോ, അത് നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്നത്, അതും ഫൈനായിട്ട് അരച്ചെടുത്ത കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ഗ്രേവി ആയിട്ടില്ലേ. ഇവിടെ നമുക്ക് ഫ്രഷ് ക്രീം ഒന്നും ചേർത്ത് കൊടുക്കണ്ട, അല്ലാതെ നല്ല ക്രീമി ആയിട്ട് ഈ ചിക്കൻ കറി തയ്യാറാക്കാം. കുറച്ച് മല്ലിയില ചോപ്പിലൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്ത് ഈ മസാല കൂട്ടുമായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. മസാലക്കൂട്ടെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വെന്ത് കിട്ടാൻ നമ്മൾ ഷാലോ ഫ്രൈ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ലേശം ചൂടുവെള്ളമാണ് ഈ ഒരു സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അടച്ചു വെച്ചിട്ട് ചിക്കൻ ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനം കുറച്ച് മല്ലിയില ചോപ്പിലൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ അനുസരിച്ചിട്ട് സ്റ്റൗ ഓഫ് ചെയ്തെടുക്കുക. ഞാനൊരു പെരണ്ടിരിക്കത്തക്ക രീതിയിലാണ് ഇത് തയ്യാറാക്കി എടുത്തേക്കുന്നത്. തയ്യാറാക്കിയ ഉടനെ തന്നെ സെർവ് ചെയ്യാതെ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് സെർവ് ചെയ്യാനായിട്ട് എടുക്കാവുന്നതാണ്. ഇരിക്കും തോറും കുറച്ചും കൂടെ നല്ല തിക്കായിട്ട് വരികയും ചെയ്യും. ഇതിൻ്റെ ഗ്രേവി മാത്രം മതി നമുക്ക് ചപ്പാത്തി കഴിക്കാനാണെങ്കിലും അതുപോലെ തന്നെ വയറ് നിറച്ച് ചോറുണ്ണാനാണെങ്കിലും. കൂട്ടുകാർക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത്. എല്ലാ കൂട്ടുകാർക്കും പുതുവത്സര ആശംസകൾ നേരുകയാണ്. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ ഇടയിലേക്ക് എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.